നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പണവും സമ്പത്തും ആവശ്യമില്ലാത്തവരായി ആരും തന്നെ ഭൂമിയിൽ ഇല്ല. ഏകദേശം 70-80% മനുഷ്യരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ആർക്കും തന്നെ കഷ്ടപ്പെടാനും വയ്യ എന്നതാണ് സത്യം. എന്തു തന്നെയായാലും ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ മോചനം നേടാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ, നിങ്ങൾക്ക് ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകുവാനും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒപ്പം ധനപരമായ ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുവാൻ വരാഹി ദേവിയുടെ വളരെ ശക്തിയുള്ള ഞൊടിയിടയിൽ നിങ്ങളെ സമ്പന്നരാക്കുന്ന മഹാമന്ത്രം ഇത് പരീക്ഷിക്കുവാൻ വേണ്ടി ആരും ഉപയോഗിക്കരുത്. വിശ്വസിച്ച് ആത്മാർത്ഥതയോടെ പ്രയോഗിക്കൂ. കണ്ണടച്ചു തുറക്കും മുമ്പേ ഫലം ഉറപ്പാണ്. വരാഹി ദേവിയുടെ പല മന്ത്രങ്ങളും നിങ്ങൾ കേട്ട് കാണും. പക്ഷേ വിശ്വസിച്ച് അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ ഒരു മഹാമന്ത്രം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. ഇതിൽ പറയുന്ന പോലെ ഈ മന്ത്രം പ്രയോഗിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ദേവി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതായിരിക്കും. വരാഹ രൂപം പൂണ്ട പരാശക്തിയാണ് വരാഹി ദേവി. ഉഗ്രമൂർത്തിയാണ്. ഭഗവാൻ പരമേശ്വരനെപ്പോലെ ക്ഷിപ്രപ്രസാദിയുമാണ്. വരാഹി പഞ്ചമി, പഞ്ചുരുളെ, പന്നിമുഖി, ദണ്ഡിനി, വാർത്താളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ക്ഷിപ്രപ്രസാദിയും സിംഹവാഹന അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ ഈ ഭഗവതി അഷ്ടദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നതാണ് സത്യം. ഇത് അനുഭവം കൂടിയാണ്. പഞ്ചമി തിഥി വരുന്ന ദിവസമോ ചൊവ്വയോ വെള്ളിയോ ദിവസം ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുന്നത് അത്യുത്തമം. ആരാധകന് സമ്പത്ത്, ഉയർച്ച, ഐശ്വര്യം, ശത്രുനാശം, അഭീഷ്ടവരം എന്നിവയാണ് ഫലം. സന്ധ്യാവേളയിൽ 7 മണിക്ക് ശേഷവും രാത്രി 12 മണിക്കകത്തുമാണ് ഈ മന്ത്രം ചൊല്ലുവാൻ പറ്റിയ സമയം. ദേവി നിങ്ങളിൽ പ്രസാദിക്കുന്ന സമയവും ഇതുതന്നെയാണ്. മുടക്കം വരാതെ 9 ദിവസമോ 18 ദിവസമോ 27 ദിവസമോ ഈ മന്ത്രം ദിവസവും 108 ഉരുവ് അല്പം മെനക്കെടണം. നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധം മനസ്സിലാക്കി വരാഹി ദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ നെയ്വിളക്ക് കൊളുത്തി വച്ച്, ദേവിയുടെ ചിത്രം ഇല്ലെങ്കിലും ആ രൂപം മനസ്സിൽ കണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മന്ത്രജപം തുടങ്ങുന്നതിന് മുമ്പും ജപം അവസാനിക്കുമ്പോഴും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ് വടക്കോട്ട് നോക്കിയിരുന്ന് മന്ത്രം ജപിക്കുക. ഈ സമയം മറ്റാരും തടസ്സം വരാതെ നോക്കുക. തടസ്സം വന്ന് ജപം നിർത്തേണ്ടി വന്നാൽ വീണ്ടും ആദ്യം മുതൽ ജപം തുടങ്ങേണ്ടതാണ്. മന്ത്രം എന്തെന്നറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മന്ത്രം ഇതാ: ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ. നമ്മുടെ മനസ്സും അർപ്പണവും
എത്രത്തോളം ആത്മാർത്ഥതയോടെയാണോ അത്രത്തോളം വരവും നമുക്ക് ലഭിക്കും. പരീക്ഷണം അരുത്. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ. പ്രാർത്ഥിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ.